ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് മോഹൻലാൽ സാറിന് ലാലേട്ടന് ഇഷ്ടപ്പെട്ട ഒരു വിഭവത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനായിട്ട് ആവശ്യത്തിന് നമുക്ക് ചിക്കൻ വേണം, സവാള, പെരുംജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് വേണം, പിന്നെ കടുക്, പിന്നെ മസാലപ്പൊടികൾ എല്ലാം ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ റെസിപ്പിയുടെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എല്ലാം അരച്ചെടുക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ച എല്ലാ ഐറ്റംസും നമ്മൾ അരച്ചിട്ടാണ് ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഇതിനായിട്ട് ആവശ്യത്തിന് തേങ്ങ ചുട്ടെടുക്കാനുണ്ട്. ഒരു മുറി തേങ്ങ ചുട്ടെടുക്കാനുണ്ട്. പിന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ആ മസാല, ആവശ്യത്തിനുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടാണ് ചെയ്യണത് കേട്ടോ. തേങ്ങ നന്നായിട്ട് ചുട്ടെടുക്കുക. എനിക്ക് പറ്റിയില്ല, ഒത്തിരിയൊന്നും ചുട്ടെടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. നിങ്ങൾ ചുട്ടെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ കുറച്ചും കൂടെ ഉണങ്ങിയിട്ടുള്ള തേങ്ങയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ എടുത്തേക്കുന്ന തേങ്ങ എന്ന് പറയുമ്പോൾ കുറച്ച് ഇളം തേങ്ങ ഇല്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടി ഞാനത് ചുട്ടെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് എടുക്കുമ്പോഴത്തേക്കും നല്ല ഉണങ്ങിയിട്ടുള്ള തേങ്ങ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതെല്ലാം എടുത്തതിന് ശേഷം അത് നമ്മൾ അരച്ചിട്ടെടുക്കണം കേട്ടോ. നമ്മളതെല്ലാം അരച്ച് പേസ്റ്റാക്കിയിട്ടാണ് എടുത്ത് കറി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് പിന്നെ മസാലയുടെ ആവശ്യം എന്ന് പറയുമ്പോൾ ഗരം മസാല വേണം, കുരുമുളക് പൊടി വേണം, ചില്ലി ഫ്ലെക്സ് വേണം, പെരുംജീരകം, ഇതെല്ലാം നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്താ പറയണ്ടേ, ഇതിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഉണ്ടാക്കുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സഹകരിക്കുക. റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കുക. ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയുക. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് എന്ത് തന്നെ ആയാലും നിങ്ങളതിവിടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ടാക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സവാളയാണ് ഇട്ട് കൊടുക്കണം ആദ്യം കേട്ടോ. ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിൻ്റെ പേസ്റ്റും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഞാൻ ഈ ഒരു ചിക്കൻ കറിയിലേക്ക് മല്ലിപ്പൊടി ഇടുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോളൂ കേട്ടോ. ഞാൻ കണ്ട റെസിപ്പിയിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ചേർക്കാത്തത്. അപ്പോൾ നമ്മൾ അതിൽ കറിവേപ്പില ഇട്ട് കൊടുത്തു, പിന്നെ സവാള അരച്ച് വെച്ചത് ഇട്ട് കൊടുത്തു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അറിയാലോ, നന്നായിട്ട് പച്ചമണം പോകുന്നവരേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റണം. കാരണം ഇനിയിപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ആ ചിക്കനൊക്കെ വേവിച്ചെടുക്കാൻ പോണത് കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തനതായ ഒരു രുചി പോകും. അപ്പോൾ നമ്മളത് തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ഇപ്പം നമ്മൾ ചുട്ടെടുത്തില്ലേ, ആ ഒരു തേങ്ങ അരച്ചതും കൂടെ ഇവിടെ ചേർക്കണുണ്ട്. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച മസാലകൾ ഇട്ട് കൊടുക്കണം കേട്ടോ. മസാലകളും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റണം. അതിന് മേലെ നമ്മളുടെ ചിക്കന് എത്രത്തോളം എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് തേങ്ങ, മസാല, അതുപോലെ തന്നെ നമ്മൾ സവാള, ഇഞ്ചി അതിൻ്റെയൊക്കെ അളവുകൾ കൂട്ടിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ
ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള മസാലാസാണ് എടുത്തിട്ടുള്ളത്. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ അതിൻ്റെ ഒരു കോക്കനട്ട് ചിക്കൻ ആ ഒരു ടേസ്റ്റിലാണ് വരുന്നത് ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി. അപ്പോൾ ഒത്തിരി എന്താ പറയുക, ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ ലാലേട്ടൻ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ മസാലാസ് എന്താണെന്നൊക്കെയുള്ളത് പറഞ്ഞിരുന്നു, എല്ലാവരും നോട്ട് ചെയ്തു എന്ന് വിചാരിക്കണം. അപ്പോൾ എടുത്തു വെച്ച മസാലാസ് എല്ലാം കൂടെ ഒരുമിച്ച് എടുത്ത് വെച്ചാൽ നമുക്ക് നല്ലതാണ്. അപ്പോൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതെല്ലാം കൂടെ വഴറ്റിയിട്ട് യോജിപ്പിക്കണം. അപ്പോഴത്തേക്കും അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരുമാതിരി ബ്രൗൺ കളറിലാകും. നമ്മളിപ്പം വറുത്തരച്ചൊക്കെ ചിക്കൻ വയ്ക്കത്തില്ലേ, അതുപോലത്തെ ഒരു ആ ഒരു രീതിയിലേക്ക് എത്തും. അപ്പോഴേക്കും നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമ്മൾ അതിന് മേലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കും. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വേവിക്കണം കേട്ടോ. കാരണം നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്നില്ല. സോ നമ്മൾ ചെറിയ തീയിൽ വേവിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇപ്പോൾ കണ്ടില്ലേ, ഒരു രീതി എത്തുമ്പോഴത്തേക്കും അരപ്പിൻ്റെ ഭാഗം ഈ ഒരു രീതി എത്തുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ചിക്കൻ ഇങ്ങനെ പെറുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതെല്ലാം കൂടെ മിക്സ് ആക്കണം. ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് അത് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കുക. വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നതിനായിട്ട് കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലാണ് എത്തുന്നത്. വളരെ 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 ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് യുവർ വാല്യുബിൾ സപ്പോർട്ട് കേട്ടോ.